ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെ ആയിരിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ച് ഒമർ അബ്ദുള്ളയെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ ജനങ്ങളും ഇന്ന് ഭാരതത്തിനൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും റംബാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഭീകരവാദികൾക്ക് മറുപടി തൂക്കുകയർ തന്നെ ആയിരിക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു. ശക്തമായ നിലപാടാണ്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, ജമ്മുകശ്മീരിൽ റംബാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ നിലപാട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്കുള്ള മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ദിവസം നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ഇത്തരത്തിൽ ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഫ്സൽ ഗുരുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. പാർലമെന്റ് ആക്രമണത്തിലെ കുറ്റവാളി അഫ്സൽ ഗുരുവിന് വധശിക്ഷ ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വധശിക്ഷ കൊണ്ട് യാതൊരു തരത്തിലും ഗുണമുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ആ വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി നൽകില്ല എന്നുള്ളതായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന. അതിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി നൽകിയിട്ടുള്ളത്. ഒമർ അബ്ദുള്ള എന്താണ് കരുതിയിട്ടുള്ളത്? ഇത്തരത്തിൽ ഭീകരവാദികൾക്ക്, ഭാരതത്തെ തകർക്കുന്ന ഭീകരവാദികൾക്കുള്ള മറുപടി തൂക്കുകയർ തന്നെയായിരിക്കും. അതല്ലാതെ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ പൊതുയിടങ്ങളിൽ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നാണോ ഒമർ അബ്ദുള്ള ആഗ്രഹിക്കുന്നത് എന്ന വലിയ ചോദ്യമാണ് ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം നിലവിലെ ജമ്മു കശ്മീരിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് വിവിധ മേഖലകളിൽ വിനോദസഞ്ചാരം, ഒപ്പം തൊഴിൽ, അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഇന്ന് ജമ്മു കാശ്മീരിന് സാധിക്കുന്നു. ഭാരതത്തിലെ മറ്റേതൊരു മേഖല പോലെ ജമ്മു കാശ്മീരിലെ സാഹചര്യവും മാറുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കശ്മീർ താഴ്വരയിലെ ഭീകരവാദത്തിന്റെ മുനയൊടിച്ചുവെന്നും ഇനി ഒരിക്കലും ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാൻ ഒരാൾക്കും ധൈര്യമുണ്ടാകില്ല എന്ന കാര്യം കൂടിയും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു. ഒപ്പം പാക് അധിനിവേശ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടും ഇന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങളും ഇന്ന് ഭാരതത്തിലെ വികസനവും പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. ആ മേഖലയിലെ ജനങ്ങളും ഇന്ന് ഭാരതത്തോടൊപ്പം ചേരാനാണ് ആഗ്രഹിക്കുന്നതെന്നും പാക് അധിനിവേശ ജമ്മു കാശ്മീരും ഭാരതത്തിൻ്റെതാണ് എന്ന പ്രസ്താവന കൂടിയാണ് ജമ്മു കാശ്മീരിൽ ഇന്ന് റംബാനിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കവേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒരു പതിറ്റാണ്ടിന് ശേഷം ജമ്മു കാശ്മീർ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ശക്തമായ വാദപ്രതിവാദവും പ്രചാരണ പരിപാടികളുമാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കുന്നത്. അതിൽ BJP ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത് നാഷണൽ കോൺഗ്രസും ചേരുന്ന സഖ്യം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മറന്നുകൊണ്ട് ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് വിഘടനവാദ ശക്തികളെ കൂടെ നിർത്താനും വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുമാണ് നാഷണൽ കോൺഗ്രസ് സഖ്യം ശ്രമിക്കുന്നതെന്നും അവർക്ക് ജനങ്ങൾ ഒരിക്കലും മാപ്പ് നൽകില്ല എന്ന പ്രസ്താവനകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും വിമർശനവുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായും ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ജമ്മു കാശ്മീർ മാറ്റത്തിന്റെ പാതയിലാകുമ്പോൾ അതിനെ വീണ്ടും ഭീകരവാദത്തിന്റെ പരീക്ഷണശാലയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്വാനമാണ് നാഷണൽ കോൺഫറൻസ് നേതാക്കളും കോൺഗ്രസ് സഖ്യവും മുൻപോട്ട് വെക്കുന്നത്. അതല്ലെങ്കിൽ ഈ സഖ്യത്തെ തള്ളിപ്പറയാനോ ഒമർ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ നിലപാടെന്താണെന്ന് വ്യക്തമാക്കാൻ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം എന്നുള്ള വെല്ലുവിളിയും BJP നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഇത്തരത്തിൽ ഭീകരവാദത്തെ അനുകൂലിച്ച ഒമർ അബ്ദുള്ളയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും അതിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ടും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസംഗം ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികൾക്ക് തൂക്കുകയർ തന്നെയായിരിക്കും മറുപടി എന്നുള്ള കാര്യം കേന്ദ്ര പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ലക്ഷ്മി.